എൻ്റെ പേര് സിന്നി ഫ്രാൻസിസ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് മഷ്റൂം ഫാമിംഗ് ചെയ്യുന്ന ആളാണ് ഞാൻ. സാറാസ് മഷ്റൂം എന്നുള്ളൊരു ബ്രാൻഡിൽ ഫ്രഷ് മഷ്റൂംസും അതിൻ്റെ ബൈ പ്രൊഡക്ട്സുകളും അതേപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കൂൺകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൃഷിക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനാണെങ്കിലും അതിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം അറിവ് കൂടുന്നോ അതിനനുസരിച്ച് നമുക്കതിൽ മുന്നേറാനും പറ്റും. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത്, അതായത് സാറാസ് മഷ്റൂം തുടങ്ങുന്ന സമയത്ത് കുറേയധികം യൂട്യൂബ് വീഡിയോസും അങ്ങനെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതിനുശേഷം കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചെറിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 1-2 ട്രെയിനിങ്സ് ഒക്കെ എടുത്തിരുന്നു. നമ്മൾ കേരള സർവകലാശാലയുടെയും അതേപോലെ തന്നെ എറണാകുളത്തുള്ള ഒരു സെൻറ്ററിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ട്രെയിനിങ് എടുത്തിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, അതായത് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമുക്ക് ഇതിനെവിടെ ട്രെയിനിങ് എടുക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഹിമാചൽ പ്രദേശിലുള്ള DMR എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂം റിസർച്ച് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 മാസം കൂടുമ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തെ മഷ്റൂം ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ള, അതായത് എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്തു, സെലക്റ്റഡായി. അങ്ങനെ ഇവിടെ നിന്ന് സോളോ ആയിട്ടത് ഒറ്റയ്ക്ക് ഹിമാചൽ പ്രദേശിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് വഴി അറിയില്ല, സ്ഥലം അറിയില്ല, ഭാഷ അറിയില്ല. എന്തൊക്കെയായാലും ഞാൻ അവിടെ എത്തിച്ചേർന്നു. ഒരു 15 ദിവസത്തെ ട്രെയിനിങ് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തു. അതിൽ നമുക്ക് ബട്ടർ മഷ്റൂമിനെ കുറിച്ചിട്ടും ചിപ്പിക്കോണിനെ കുറിച്ചിട്ടും ഇതല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മറ്റ് എഡിബിൾ ആയിട്ടുള്ള വെറൈറ്റീസിനെ കുറിച്ചിട്ട്, കൂടെ മെഡിസിനൽ മഷ്റൂം എന്ന് പറയുന്നത് കോഡിസെപ്സ് ഉണ്ട്, ഋഷി ഉണ്ട്. അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മെഡിസിനൽ മഷ്റൂംസ് ആണ്. അപ്പോൾ അതിൻ്റെ കൾട്ടിവേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്കവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി. എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞ്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ബോട്ടണിയിലാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ PhDക്ക് ജോയിൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഒരു കോൺട്രാക്ട് ജോബിലും എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അത് 2024 കാലഘട്ടത്തിൽ കഴിയുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അടുത്തൊരു ജോബ് നോക്കണോ അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കണോ എന്നുള്ളൊരു ചിന്ത വന്നു. അത് ഫാമിലിയൊക്കെയായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഐഡിയ ആണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് 2023 മെയ് മാസത്തിൽ നമ്മളൊരു 15-20 ബെഡ് ചെയ്ത് ട്രയൽ ചെയ്തു. അത് നമുക്ക് സക്സസ്ഫുൾ ആയിരുന്നു. നമുക്കതിൽ നിന്ന് നല്ല രീതിയിലുള്ള മഷ്റൂം ഹാർവസ്റ്റ് കിട്ടി. അത് മാർക്കറ്റ് ചെയ്യാനും പറ്റി. അടുത്ത വീടുകളിലേക്ക് തന്നെയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒരു ഹൈടെക് ഫാമിലേക്കാണ് നേരെ പോയത്. കൂൺഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതിയിൽ നമ്മളൊരു ഹൈടെക് ഫാം പണിതു. ആ ഫാം നമ്മൾ 2024 പണിതത്. അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പോൾ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിൽ രണ്ടാമതൊരു ഫാം കൂടിയും പണിത് ഇപ്പോൾ ഒരു ആവറേജ് ഒരു ദിവസം 30 കിലോ തൊട്ട് 40 കിലോ വരെ നമ്മൾ മഷ്റൂം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഏതൊരു കൃഷിയും പോലെ തന്നെ മഷ്റൂം ഫാമിംഗ് ചെയ്യാനും നമുക്കതിൻ്റെ വിത്ത് വേണം. മഷ്റൂം കൃഷി ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിത്തിനെ സ്പോൺ എന്നാണ് പറയാം. അപ്പോൾ ഗുണമേന്മയേറിയ വിത്ത് കിട്ടുന്നത് തുടക്കകാലങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂൺഗ്രാമത്തിൻ്റെ ഭാഗമായിട്ട് സാറാസ് മഷ്റൂമിൻ്റെ പേരിൽ സ്പോൺ പ്രൊഡക്ഷൻ ലാബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ വിത്തുകളും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാറാസ് മഷ്റൂമിൻ്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ജനറേഷൻ സ്പോണുകളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കൃഷികളൊക്കെ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ടും ഇവിടെ വൈറ്റ് HU എന്ന് പറഞ്ഞ വെറൈറ്റി, പിങ്ക് ഓയിസ്റ്റർ, അതേപോലെ തന്നെ ഫ്ലോറിഡ, ഈ 3 വെറൈറ്റീസാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഒട്ടേറെ വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ ഓയിസ്റ്റർ ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി ഭാവിയിൽ ട്രൈ ചെയ്യാൻ നിൽക്കുന്ന വെറൈറ്റീസാണ്. നമുക്ക് ഏതൊരു കൃഷി ചെയ്യാനും ആദ്യം ആവശ്യമായിട്ടുള്ളത് കൃഷിസ്ഥലമാണ്. ഇപ്പം മഷ്റൂം ഫാമിങ്ങിൻ്റെ കേസ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടും ഫാമും എല്ലാം കൂടി 6.5 സെൻറ്റ് സ്ഥലമാണ്. ഈ സ്പേസിലാണ് നമ്മൾ 1500 സ്ക്വയർ ഫീറ്റ് ഹൈടെക് ഫാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏകദേശം 6000 തൊട്ട് 10000 ബെഡുകൾ നമ്മൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫാം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സാധാരണ രീതിയിലുള്ള നമ്മുടെ സാധാരണ ഷെഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലൊരു ഹൈടെക് ഫാം ചെയ്യാം. സാധാരണ ഷെഡ് എപ്പോഴും തുടക്കക്കാർക്കാണ് ആവശ്യം. കാരണം തുടങ്ങി നോക്കുമ്പോൾ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ, അധികം നമ്മൾ എഫേർട്ട് ഇടാതെ നമുക്ക് ചെറിയ രീതിക്ക് സീസണലായിട്ട്, അതായത് മഴക്കാലത്താണ് ഈ പറയുന്ന സാധാരണ ഫാമിൽ നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുക. അതല്ല, നമുക്ക് 365 ദിവസവും ഒരേപോലെ പ്രൊഡക്ഷൻ വേണം, അതല്ലെങ്കിൽ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ നിങ്ങൾ മഷ്റൂം ഫാമിംഗ് ചെയ്തു നോക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു ഹൈടെക് ഫാമിൻ്റെ ആവശ്യമുണ്ട്. കാരണം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ എയർ സർക്കുലേഷൻ, ഈ 3 കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോകാന്നുള്ളത് നമ്മുടെ ഫാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഹൈടെക് ഫാമുകൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3 ഹൈടെക് ഫാമുകളാണ്.
നമ്മൾ ഹൈടെക് ഫാമുകൾ ചെയ്യുമ്പോൾ ഒരു 250 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉള്ളൊരു ഫാം എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഏകദേശം 1000 ബെഡുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 1000 ബെഡുകൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ പെർ ഡേ 5 കിലോ തൊട്ട് 7 കിലോ വരെ മഷ്റൂം പ്രൊഡക്ഷൻ കിട്ടും. നല്ല ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പെർ ഡേ 10 kg വരെയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് നമ്മൾ മഷ്റൂം ഫാമിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഹൈടെക് ഫാമിലാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. സാധാരണ ഫാമുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വയമായിട്ട് പഠിച്ചെടുത്ത് അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹൈടെക് ഫാമുകളിലേക്ക് മാറേണ്ടി വരും. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് മാധ്യമം ആവശ്യമാണ്. മാധ്യമമായിട്ട് നമുക്ക് വക്കോൽ എടുക്കാം, അതല്ലെങ്കിൽ അറക്കപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പെല്ലറ്റ് യൂസ് ചെയ്യാം. നമ്മൾ സാറാസ് മഷ്റൂമിൽ പെല്ലറ്റ് വെച്ചിട്ടാണ് ബെഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജിന് കുറച്ച് സ്പേസ് മതി, അതേപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ബെഡുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി കൂടുതൽ പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് നമ്മൾ സാറാസ് മഷ്റൂമിൽ പെല്ലറ്റ് വെച്ചിട്ടാണ് ബെഡുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെല്ലറ്റ് വെച്ച് നമ്മൾ ബെഡുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു ബെഡ് പ്രിപ്പയർ ചെയ്ത് അവിടുന്ന് 22ാമത്തെ ദിവസം തൊട്ട് നമുക്ക് അതിൽ നിന്ന് മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു 3-3.5 മാസം അല്ലെങ്കിൽ 4 മാസം നമുക്ക് ആ ഒരു ബെഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു 10-15 ദിവസത്തിൻ്റെ ഗ്യാപ്പുകളിൽ മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു ബെഡിൽ നിന്ന് ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 1 കിലോ മുതൽ 1.5 കിലോ വരെ നമുക്ക് കൂണ് കിട്ടും. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള പച്ചക്കറികളിൽ നിന്നും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ മഷ്റൂമിനെ എപ്പോഴും സ്റ്റാറാക്കി നിർത്തുന്നത് നമുക്ക് ഇവിടെ ഒരു വിധത്തിലുള്ള കീടനാശിനികളോ രാസപദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൃഷി ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി കൂട്ടാൻ വേണ്ടിയിട്ടൊന്നോ നമുക്കൊരു വിധത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിനൊന്നും ഇവിടെ എഫക്റ്റ് ഇല്ല. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ സോഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചിപ്പിക്കൂൺ അല്ലെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്ന വെറൈറ്റി. നമുക്ക് ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതേസമയം അത് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്ത് വിപണനം ചെയ്ത് ആൾക്കാരിലേക്ക് എത്തി അത് പൈസയാക്കി മാറ്റാന്നുള്ളതാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളത്. മഷ്റൂമിൻ്റെ കേസ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, അത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതിന് മാർക്കറ്റ് ഇല്ല എന്നുള്ളത്. പക്ഷേ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് നല്ല രീതിയിലുണ്ട് മഷ്റൂമിന്. അതായത് ഫ്രഷ് മഷ്റൂം ആണെങ്കിലും അതിൻ്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ഡ്രൈ മഷ്റൂമോ അല്ലെങ്കിൽ ഡ്രൈ മഷ്റൂം പൗഡർ പോലത്തെ ഐറ്റംസിനൊക്കെ ഇതിന് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ട്. അത് നമ്മൾ മാർക്കറ്റ് ചെയ്തെടുക്കുന്ന രീതിക്കാണ് അതിൻ്റെ വാല്യൂ കൂടുന്നതൊക്കെ. അപ്പോൾ ഫ്രഷ് മഷ്റൂമായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂഡേഷൻ ചെയ്ത് അതിൻ്റെ ഒരു മൂല്യം കൂട്ടിയിട്ട് നമുക്കതിനെ നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സാറാസ് മഷ്റൂം കർഷകർക്കായി കൊടുക്കുന്ന സർവീസുകൾ ഇവയൊക്കെയാണ്. നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഗുണമേന്മയേറിയ ഫസ്റ്റ് ജനറേഷൻ സ്പോൺ, നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാറാസ് മഷ്റൂമിൻ്റെ ഫസ്റ്റ് ജനറേഷൻ സ്പോൺ നമ്മൾ കർഷകർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഓയിസ്റ്റർ മഷ്റൂമിൽ തന്നെ HU വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി, ഫ്ലോറിഡ, പിങ്ക് ഓയിസ്റ്റർ, ഈ 3 വെറൈറ്റീസാണ് നമുക്കിവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുക. മറ്റേത് വെറൈറ്റീസ് ആണെങ്കിലും പ്രീ ഓർഡർ അനുസരിച്ച് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ആദ്യമായിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് മഷ്റൂം ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഗ്രോ കിറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ബെഡ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു കിറ്റ്. അത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വരാണെങ്കിലും നമ്മളെ കണക്ട് ചെയ്ത് നമ്മളത് നിങ്ങളെ ഗൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്ത് നിങ്ങളുടെ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്ത് കറി വയ്ക്കാൻ പറ്റും. അത് കൂടാതെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം, കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് 25 കിലോൻ്റെയും 50 കിലോൻ്റെയും 100 കിലോൻ്റെയൊക്കെ ഗ്രോ കോംബോകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ 50 ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെല്ലറ്റ്, വിത്ത്, PP കവർ, മൈക്രോപോ ടേപ്പ്, ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും അതിലുണ്ടാവും. ഇനി ഇത് കൂടാതെ കൂൺ കൃഷിയെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ശനിയാഴ്ചകളിലാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത്. നമ്മളൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഇത് കൂടാതെ നമ്മൾ ഫാം കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, അതായത് ഹൈടെക് ഫാമുകളും നോർമൽ ഫാമുകളും. ഹൈടെക് ഫാമുകൾ നമ്മൾ മെയിനായിട്ടും കുറച്ചുകൂടി നല്ല രീതിക്ക് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് അതിനെക്കുറിച്ചൊരു അറിവായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി അധികം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹൈടെക് ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഫാമുകൾ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സൈറ്റ് വിസിറ്റ് നടത്തി ആ സ്പേസിനെ എങ്ങനെ നമ്മളൊരു ഫാം ആയിട്ട് മാറ്റാം എന്നുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാം കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലും പെസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോപ്പർ ആവാതിരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നോർമലി നമ്മുടെ സർവീസസ്. കൂൺ കൃഷിയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ കൂൺ കൃഷി തുടങ്ങണം, അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കൂൺ കൃഷിയുടെ വിപണനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ, കൂൺ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമുള്ളവർ, ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഈ കാണുന്ന നമ്പറിൽ നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ട്സും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.